നമ്മുടെ കേരള സദ്യകളിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു കറിയാണ് പുളി ഇഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇഞ്ചിപ്പുളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമാസിമോൻ, വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ആദ്യം ഞാൻ ഇഞ്ചിപ്പുളി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പുളി ഇഞ്ചി ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് പുളി ഒന്ന് കുതിർത്ത് വെക്കും. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു പുളിയാണ് എടുത്തേക്കുന്നത്. പക്ഷെ ഒരു ലെമണിൻ്റെ സൈസ് എന്ന് പറയാം, അല്ലെങ്കിൽ നാരങ്ങയാണെങ്കിൽ ചെറിയ നാരങ്ങയാണെങ്കിൽ 2 നാരങ്ങയുടെയൊക്കെ വലുപ്പത്തിലുള്ള പുളി. ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളമാണ്, ഒരു 2 കപ്പ് വെള്ളം. ഇതൊന്ന് ഞെരടി ഒന്ന് കുതിരാനായിട്ട് വെക്കാം. പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പേ ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുളി നന്നായിട്ട് ഇറങ്ങും. ഇതൊന്ന് മാറ്റി വെക്കാം. ഒരു ഉരുളിയിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നാടൻ കറികൾക്ക് എപ്പോഴും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിനകത്തേക്ക് കുറച്ച് കടുക് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക്. കടുക് വറ ഏറ്റവും ലാസ്റ്റ് വേണമെങ്കിലും ചെയ്യാം. ഈ രീതിയിൽ ഞാൻ ചെയ്യാറ്. 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് 100 ഗ്രാം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണ് എടുത്തേക്കുന്നത്. ക്ലീൻ ചെയ്ത ശേഷമാണ് 100 ഗ്രാം, തൊലിയോടുകൂടി അല്ല 100 ഗ്രാം. ക്ലീൻ ചെയ്തിട്ട് ചെയ്തപ്പോൾ 100 ഗ്രാം ഉണ്ട്. അത് നമ്മൾ ചോപ്പ് ചെയ്ത് മെഷർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മെഷറിംഗ് കപ്പിൽ ഒരു 3/4 കപ്പ് നിറച്ചുണ്ടാവും, ലെവലിൽ ഉണ്ടാവും. അത് പൊടിയായിട്ട് അരിയാം, അല്ലെങ്കിൽ നമ്മുടെ ചോപ്പറിൽ ഒന്നിട്ട് കറക്കിയെടുത്താലും മതി. നോക്കിയാൽ ഇഞ്ചിയുടെയൊക്കെ നല്ലൊരു മണം വരും. കൂടാതെ ഇഞ്ചി കുറച്ച് ചെറിയൊരു ബ്രൗൺ കളർ ടിൻറ്റ് വരും. ഈ സമയത്ത് പച്ചമുളകിനകത്തേക്ക് ചേർക്കാം. പച്ചമുളക് ഞാൻ എടുത്തേക്കുന്നത് 7 പച്ചമുളകാണ്. ഏകദേശം ഒരു 40 ഗ്രാം പച്ചമുളക് ഉണ്ടാവും. ഇങ്ങനെ കാണുമ്പോൾ പച്ചമുളക് കൂടുതലാണെന്ന് തോന്നും. എന്തായാലും നമ്മൾ പുളിയും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് എരിവൊന്നും അധികം കാര്യമായിട്ട് തോന്നത്തില്ല. പച്ചമുളകും ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കണം. ഇഞ്ചി മൂത്തൊരു മണം വരണം. ഇവിടെ ഇഞ്ചി പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്തു. ഈ സമയത്ത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ കളറായി. ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് പുളി ചേർക്കണം, പുളിവെള്ളം ചേർക്കാം. അപ്പം പുളിയുടെ പീസസ് എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പുളിവെള്ളം ഇതിനകത്തേക്ക് ചേർക്കാം. ഈ പുളിവെള്ളം ചേർത്ത ശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അര ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കാം. പുളിവെള്ളം ചേർത്ത് ഈ പൊടികളും ചേർത്ത് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. പുളിക്കൊരു വേവുണ്ട്, അപ്പോൾ അത് വെന്ത ശേഷം മാത്രമേ നമുക്ക് ഇതിനകത്ത് ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. പുളി ചേർത്തും കുറച്ച് നേരം തിളച്ചു, ഒരു 6-7 മിനിറ്റ് തിളച്ചു. ഇനി നമുക്കിതിനകത്തേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് പാകത്തിന് ചേർക്കുക. ശർക്കര എപ്പോഴും ഡാർക്ക് ശർക്കര ഉപയോഗിക്കുന്നത് നല്ല. അതേപോലെ തന്നെ പുളി ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പഴകിയ പുളി ഉപയോഗിക്കുന്നത് നല്ല. അപ്പം നല്ല നിറം കിട്ടും, നല്ല കറുത്ത് കിട്ടും. ഞാൻ ഉപയോഗിക്കുന്നത് ശർക്കര ഓർഗാനിക്, മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കര, അതുകൊണ്ട് ഡയറക്റ്റ് ഉപയോഗിക്കാം. അല്ലാത്ത റെഗുലർ ശർക്കരയാണെങ്കിൽ, ഉണ്ട ശർക്കരയാണെങ്കിൽ ഒന്ന് അലിയിച്ച് ചേർക്കാം. വീണ്ടും കിടന്ന് തിളച്ച് കുറുകി വരണം. വെള്ളം കുറവാന്ന് തോന്നുവാണെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി ഈ സമയത്ത് ചേർക്കാം, അതിന് കുഴപ്പമില്ല. കുക്കിംഗ് ടൈം കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. ശർക്കര ചേർത്തിനെ കുറച്ച് വെള്ളം കൂടെ ചേർത്തതാണ്, ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തു. ടേസ്റ്റ് ചെയ്തിട്ട് മധുരം ചെക്ക് ചെയ്യുക. പഞ്ചസാരയോ ശർക്കരയോ കൂടുതൽ ചേർക്കാം. ഞാൻ കുറച്ചും കൂടെ ശർക്കര ചേർക്കുകയാണ്.
ശർക്കര മൊത്തം ഒരു 10 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ഈ അളവിന് ചേർത്തേക്കുന്നത്. അപ്പം പുളി എല്ലാം ഒന്ന് ബാലൻസ് ആവാനായിട്ടാണ് നമ്മൾ അത്രയും ചേർക്കുന്നത്. അപ്പോൾ 100 ഗ്രാം ഇഞ്ചിക്ക് 100 ഗ്രാം തന്നെ ശർക്കര ചേർക്കും. കുറച്ചും കൂടെ വേണേലും ആവാം. ചിലയിടത്തോട്ടൊക്കെ നല്ല മധുരത്തിലാണ്. മധുരം ഇച്ചിരി മുമ്പിൽ നിൽക്കുന്ന പോലെ ആണെങ്കിൽ കുറച്ച് ശർക്കരയും കൂടെ ചേർക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആഡ് ചെയ്യാം. നമ്മൾ പുളി എടുത്ത് 75 ഗ്രാമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആവാനായിട്ടാണ് അത്രയും ശർക്കര ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് കായംപൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ കായംപൊടി. കാരണം നല്ല കളറൊക്കെ നല്ല ഡാർക്കായി. ഇച്ചിരി നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മൾ ഈ പുളിയിഞ്ചി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചല്ലേ സെർവ് ചെയ്യത്തുള്ളൂ. ഒരു 10-15 പേരുള്ള സദ്യക്ക് പോലും നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റി മതിയാവും. പുളിയിഞ്ചി ഇപ്പം പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ആറുമ്പോഴത്തേക്ക് ഒന്നുകൂടെ കുറുക്കും. ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം നമുക്കിതിനകത്തേക്ക് ഒരു നുള്ള ഉലുവപ്പൊടിയും കൂടെ ചേർക്കാം. വളരെ കുറച്ച് മതി. ഈ ഒരു ക്വാണ്ടിറ്റി മതിയാവും. നമ്മൾ ആദ്യം കടുക് വറുത്തോണ്ട് ഇനി വറവില്ല. അല്ല എങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ കടുക് വറുത്ത് വേണം ചേർക്കാവുന്നതാണ്. നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. നോർത്ത് കേരള വടക്കോട്ടുള്ള ഒരു സ്റ്റൈലിലുള്ള പുളിയിഞ്ചിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. നമ്മൾ കോട്ടയം അല്ലെങ്കിൽ പത്തനംതിട്ട മധ്യ തിരുവിതാംകൂർ സ്റ്റൈലിലുള്ള ഇഞ്ചിക്കറിയുടെ റെസിപ്പി നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്താൽ മതി. ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ചൂടോടെ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ പുളിയുടെ ടേസ്റ്റ് ഇച്ചിരി മുമ്പിൽ തോന്നാം. അത് ഇരിക്കും തോറും നാളത്തേക്കൊക്കെ ആകുമ്പോഴത്തേക്ക് അത് പെർഫെക്റ്റ് ആവും. ടേസ്റ്റ് നല്ല പെർഫെക്റ്റ് ആവും. അപ്പോൾ എപ്പോഴും ഈ റെസിപ്പി ട്രൈ ചെയ്യുമ്പോൾ 2 ദിവസമോ അല്ലെങ്കിൽ തലേ ദിവസമോ ഒക്കെ ഉണ്ടാക്കി വെക്കുക. അതാണ് കൂടുതൽ രുചി. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈമാസ് കുക്കിംഗ് ക്ലാസ്.